വെൽക്കം ടു എഡ് സ്പേസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനെ പറ്റിയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ കാരണം ഫ്രാൻസിൽ മൊണാർക്കി എൻഡ് ചെയ്തു. മൊണാർക്കി എന്ന് വെച്ചാൽ ഈ രാജാക്കന്മാരായിട്ട് ഭരിച്ചിരുന്നൊരു സിസ്റ്റം ഇല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെമോക്രസിയാണ്, അതായത് ഈ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള ഒരു കുറച്ച് പേര് ഭരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ മൊണാർക്കി എന്ന് വെച്ചാൽ രാജാക്കന്മാരായിട്ടൊക്കെ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മൊണാർക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ കാരണം ഒരു എൻഡ് വന്നു എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ പ്രീവിയസ് നോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നേരെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം. ഇതിനകത്ത് കുറേ ഡേറ്റും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ലൂയിസ് 1, 2, 3 അങ്ങനെ കുറേ ആൾക്കാരുടെ ഇതൊക്കെ ഉണ്ട്. അത് കണ്ട് ഇപ്പോഴേ വായിക്കോട്ടെ വിടേണ്ട. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മനസ്സിലാക്കി പഠിച്ചാൽ, ഒരു കഥ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോവാം. On the morning of 14th July 1789, the city of Paris was in a state of alarm. The king had commanded troops to move into the city. Rumors spread that he would soon ordered the army to open fire upon the citizen. Some 7,000 men and women gathered in front of the town hall and decided to form a people's militia. They broke into a number of government buildings in search of arms. എന്നുവെച്ചാൽ on 14th July പാരീസിൽ 14th ജൂലൈയിൽ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര ഒരു അലാംഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ രാജാവ് അവിടുത്തെ തൻ്റെ ഭടന്മാരോട്, തൻ്റെ സോൾജിയേഴ്സിനോട്, തൻ്റെ ട്രൂപ്സിനോട് ഇങ്ങനെ ഓർഡർ ചെയ്തു അത്ര, അവരെ പോയി അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ടു ഓപ്പൺ ഫയർ അപ്പോൺ ദം ഇൻ ദ സെൻസ് അവരെ അറ്റാക്ക് ചെയ്യണം എന്ന് ഓർഡർ ചെയ്തു. കിങ് ഓർഡർ ചെയ്തു എന്ന് ഉള്ള ഒരു റൂമർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റൂമറാണത്. ഇപ്പം അത് ശരിക്കും അങ്ങനെ കിങ് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നൊന്നും അറിയത്തില്ല. ആൾക്കാരിങ്ങനെ പറഞ്ഞു പരത്തി, ഇങ്ങനെ രാജാവ് ഇങ്ങനെ തൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാവരും ഭയങ്കര ടെൻഷനായി. അപ്പം ആൾക്കാരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ടൗൺ ഹാൾ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ടൗൺ ഹാളിൽ അവരെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീപ്പിൾസ് മിലിഷ്യ ഫോം ചെയ്തു. പീപ്പിൾസ് മിലിഷ്യ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘം, ആൾക്കാരുടെ ഒരു സംഘം ഫോം ചെയ്തു. അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു, കുറേ ഗവൺമെൻറ് ബിൽഡിങ്സിലേക്ക് അവർ അങ്ങനെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. എന്നിട്ട് അതെന്തിനായിട്ട് അങ്ങനെ കയറിയെന്ന് വെച്ചാൽ ഇൻ സെർച്ച് ഓഫ് ആംസ്, കൈ തപ്പിപ്പോയി എന്നല്ല ഇൻ സെർച്ച് ഓഫ് ആംസിൻ്റെ അർത്ഥം. അവരവിടെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ തപ്പിപ്പോയതാണ്. ഇങ്ങനത്തുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു സംഘം കൂടി, എന്നിട്ട് അവർ ഇങ്ങനെ ഗവൺമെൻറ് ബിൽഡിങ്സിലേക്കൊക്കെ പോയി. അതിനകത്തുനിന്ന് കുറച്ച് പേര് എന്ത് ചെയ്തു, ബാസ്റ്റൈൽ പ്രിസൺ എന്ന് പറയുന്ന ഒരു ഫോർട്രസ് പ്രിസൺ ഉണ്ട്. പ്രിസൺ എന്ന് വെച്ചാൽ തടങ്കൽ, ഈ കള്ളന്മാരെ അങ്ങനെ ആൾക്കാരെയൊക്കെ ഇടത്തില്ലേ, അപ്പം ആ ഒരു സ്ഥലം പ്രിസൺ. അപ്പം അവിടേക്ക് പോയി. എന്നിട്ട് ആ ബാസ്റ്റൈൽ അങ്ങ് തകർത്തു. അകത്ത് കയറി അവിടെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു. ആ കമാൻഡറിനെയും കൊന്ന് ആ ഫോർട്രസ് പ്രിസണും തകർത്ത് അവിടെയുള്ള ആ ജയിലിനകത്ത് ഒരു 7 പേര് സംതിങ് ഉണ്ടായിരുന്നു. അവരെ റിലീസ് ചെയ്ത് ആ ഒരു ബാസ്റ്റൈൽ പ്രിസൺ ഭയങ്കരമായിട്ട് അതിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്തു. അതിന് മറ്റേ പൊടി പോലും കാണാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന രീതിയിലാക്കി. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഒരു ബിൽഡിംഗ് ആയിരുന്നല്ലോ അത്, അപ്പം അതിൻ്റെ ഒരു സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് കട്ടകളും പൊടികളും ഒക്കെ ബിൽഡിങ് പൊളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ. അപ്പോൾ അതുപോലുള്ള അതിൻ്റെ കട്ടകൾ മാർക്കറ്റിൽ അവർ വിറ്റു. അതെന്തിനാണ് വിറ്റതെന്ന് ചോദിച്ചാൽ, ഞങ്ങളിങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ, ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മെമ്മറി ആയിട്ട്, ഒരു സൊവിനിയർ ആയിട്ട് അവരത് മാർക്കറ്റിലൊക്കെ സെല്ല് ചെയ്തു. അതെന്തിനാണ്? ഇപ്പം ചുമ്മാ അങ്ങ് കയറി ഇവിടെ ഒരു പ്രിസണെ അങ്ങ് തകർക്കുവാണോ? അതിനെന്തെങ്കിലും ഒരു റീസൺ കാണണ്ടേ? അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ബാസ്റ്റൈൽ പ്രിസൺ സ്റ്റുഡ് ഫോർ ദ ഡിസ്പയോട്ടിക് പവർ ഓഫ് ദ കിങ്. ഡിസ്പയോട്ടിക് പവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ കിങ്, ഈ രാജാക്കന്മാർ, ആ ഒരു സിറ്റിയിൽ പാരീസിലെ രാജാവ് അതിൻ്റെ ഒരു മിസ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പവർ,
ഒരു തൻ്റെ പവറിനെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു മിസ്യൂസ്ഡ് പവറായിട്ടുള്ള അതിൻ്റെ ഏറ്റവും അങ്ങ് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് അവിടുത്തെ ആൾക്കാർ ആ ഒരു പ്രിസണിനെ കണ്ടത്. അവിടെ ചിലപ്പോൾ കുറേ മോശമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രിസണിൽ ചിലപ്പം ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരെ ആയിരിക്കാം ഇട്ടിരുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകാം. പക്ഷേ അവിടുത്തെ സിറ്റിസൺസ് ആ ഒരു ബാസ്റ്റൈൽ പ്രിസണിനെ കിങ്ങിൻ്റെ ഡിസ്ബയോട്ടിക് പവർ ഓഫ് ദ കിങ് ആയിട്ട്, ഇറ്റ് സ്റ്റുഡ് ഫോർ ദ ഡിസ്ബയോട്ടിക് പവർ ഓഫ് ദ കിങ്, ഭയങ്കര അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു ഉന്നത അധികാരം എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ആ ഒരു ബാസ്റ്റൈൽ പ്രിസൺ അവിടെ നിലനിന്നത്. അപ്പം ഞങ്ങൾ അത് തകർക്കുന്നതിലൂടെ വലിയൊരു പ്രതിഷേധം തന്നെയല്ലേ അത്, വലിയൊരു പ്രൊട്ടസ്റ്റ് തന്നെയല്ലേ അത്. അപ്പം അങ്ങനെ അവരത് തകർത്തു. എന്നിട്ട് അവിടത്തുള്ള എന്തൊക്കെയാണ് ആ ബാസ്റ്റൈൽ പ്രിസണിൽ നടന്നത്, അവിടുത്തെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ കൊന്നു. അവിടുത്തെ എന്താ പറയുക, ജയിൽ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ 7 സംതിങ് ഉണ്ടായിരുന്നു, അവരെ റിലീസ് ചെയ്തു. എന്നിട്ട് ആ ഒരു പ്രിസൺ ആകപ്പാടെ തകർത്തു. എന്നിട്ട് അതിൻ്റെ പീസുകൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാരീസിലായാലും കൺട്രി സൈഡിലായാലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു, കുറേ ഭയങ്കര കലഹങ്ങൾ വന്നു. ഓക്കെ, അപ്പം കുറേ ആൾക്കാർ അവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയ ഭക്ഷണം ചോറും അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം പാരീസിലുള്ള ആൾക്കാരുടെ മെയിൻ ഒരു ദേശീയ ഭക്ഷണമെന്ന് അവർ കൺസിഡർ ചെയ്യുന്നത് ബ്രെഡാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ബ്രെഡിനൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര വില കൂടി നിന്നൊരു സമയത്ത് അവരതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പം ഹിസ്റ്റോറിയൻസ്, ഈ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരെ ഹിസ്റ്റോറിയൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്തു, അതിനെപ്പറ്റി ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ എല്ലാം ഒന്ന് അനലൈസ് ചെയ്തപ്പോഴത്തേന് അവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബാസ്റ്റൈൽ പ്രിസണിനെ തകർത്തതും അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലേക്ക് ഇടിച്ചു കയറിയതും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹൈ പ്രൈസ് ഓഫ് ബ്രെഡിനെതിരെ പ്രതിഷേധിച്ചു, ഇതൊക്കെയാണ് മെയിൻ ഇവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ എൻഡ് ഓഫ് മൊണാർക്കി. പിന്നെ രാജാവിൻ്റെ രാജഭരണം എന്നുള്ളൊരു സംഭവം തന്നെ ഇല്ലാണ്ടാവാൻ മെയിനായിട്ടൊരു അതിന് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ചുമ്മാ ഒരു തീ ഇട്ട് കൊടുത്താൽ മതി നിന്നങ്ങ് കത്തിക്കോളും എന്നൊക്കെ പറയത്തില്ല. അപ്പം അതുപോലെ തന്നെ ചുമ്മാ ഒരു തീപ്പൊരിയായിരുന്നു ഈ ഒരു കാര്യത്തിൽ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാര്യത്തിൽ ഈ ഒരു ഇവൻറ്റ്സ് ആയിരുന്നു അവിടുത്തെ തീപ്പൊരി. പിന്നെ അങ്ങോട്ട് രാജാവിനെ വരെ തുരത്തി ഓടിച്ചത് ഈ ഒരു ഇവൻറ്റ്സ് ആയിരുന്നു പുറകിൽ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് മെയിൻലി ഒരു സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14th ജൂലൈ, ആ ഡേറ്റ് ഓർത്ത് വെക്കണേ, 14th ജൂലൈ 1789 അവിടുത്തെ രാജാവ് രാജാവ് ഇങ്ങനെ തൻ്റെ ആൾക്കാരോട് കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. റൂമർ സ്പ്രെഡ് ചെയ്തപ്പോൾ ആൾക്കാർ ടെൻഷനായി, ആൾക്കാർ കൂട്ടം കൂടി, ആൾക്കാർ ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകാൻ അവർ ഡിസൈഡ് ചെയ്തു. അവർ ഫോർട്രസ് പ്രിസൺ ബാസ്റ്റൈൽ തകർത്തു, ബാസ്റ്റൈലിലെ കമാൻഡറിനെ കൊന്നു, അവിടുത്തെ ജയിൽ പുള്ളികളെ, അവിടുത്തെ കുറച്ച് 7 സംതിങ് ഉണ്ടായിരുന്നു, അവരെ റിലീസ് ചെയ്തു. എന്നിട്ട് ആ ഒരു ബിൽഡിംഗ് ആകപ്പാടെ തകർത്തു. എന്നിട്ട് അതിൻ്റെ സൊവീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് അവർ മാർക്കറ്റിൽ സെല്ല് ചെയ്തു. അവർ ഹൈ പ്രൈസ് ഓഫ് ബ്രെഡിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെ ഓക്കെ, പിന്നെ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. പിന്നെ ബാക്കി എന്താണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് നടന്നതെന്നൊക്കെയുള്ളൊരു വീഡിയോ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കലും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.